സംസ്ഥാനത്ത് റേഷൻ കടകൾ പൂട്ടാൻ നിർദ്ദേശമെന്ന മാധ്യമ വാർത്തകൾ തള്ളി ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ. റേഷൻ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള സമിതി വിവിധ നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ടിന്മേൽ ആധികാരിക ചർച്ചകൾ നടന്നിട്ടില്ല. പരിഷ്കാരങ്ങൾ ഉണ്ടെങ്കിൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുമായുള്ള സമഗ്ര ചർച്ചകൾക്ക് ശേഷം മാത്രമെന്നും മന്ത്രി വ്യക്തമാക്കി. 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കിയതിനു ശേഷമുള്ള റേഷൻ വ്യാപാരികളുടെ സാമ്പത്തികവും നിയമപരവും ഭരണപരവുമായ പ്രശ്നങ്ങൾ പഠനവിധേയമാക്കണമെന്ന് വിവിധ യോഗങ്ങളിൽ റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രയാസങ്ങൾ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി റേഷനിംഗ് കൺട്രോളർ കൺവീനറായും വകുപ്പിലെ വിജിലൻസ് ഓഫീസർ, ലോ ഓഫീസർ എന്നിവർ അംഗങ്ങളായും സമിതി രൂപീകരിക്കുകയും ചെയ്തു. റേഷൻ വ്യാപാര മേഖല കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട് സമിതി മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പ്രസ്തുത റിപ്പോർട്ടിന്മേൽ ആധികാരികമായ ചർച്ചകളൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്ന് മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിതരണ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുമായി സമഗ്രമായ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ഈ മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൂവെന്നും അത്തരം ചർച്ചകൾ നടക്കാത്ത സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മാധ്യമവാർത്തകൾ തള്ളിക്കളയണമെന്നും മന്ത്രി ജി.ആർ. അനിൽ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. നിയമസഭാ സമ്മേളനത്തിന് ശേഷം സംഘടനകളുമായി റിപ്പോർട്ടിന്മേൽ വിശദമായ ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.